ഹായ് കൂട്ടുകാരെ, കേരളത്തിൽ നേഴ്സുമാർ 40,000 രൂപ മിനിമം ശമ്പളം ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമരത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ 40,000 രൂപയൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ നാട്ടിൽ വരേണ്ട ശമ്പളമാണ്. കാരണം ഞങ്ങൾ നേഴ്സിംഗ് പഠിച്ച് ഇറങ്ങി ഒരു 2007 പഠിച്ചിറങ്ങി കഴിഞ്ഞ് നമുക്ക് നാട്ടിൽ ശമ്പളം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നോർത്ത് സൈഡിലേക്ക് പോകേണ്ടി വന്നു. അപ്പം അവിടെ കുറേ കറങ്ങി നമ്മൾ 2021 എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും വയ്യാത്തപ്പോൾ നാട്ടിൽ വരേണ്ട ആവശ്യത്തിന് നമുക്ക് കുറച്ച് നാൾ നാട്ടിൽ നിൽക്കേണ്ടി വന്നു. അപ്പം നാട്ടിൽ ഹോസ്പിറ്റലിൽ കയറി 15,000 രൂപ 2021 കാര്യമാണ് പറഞ്ഞത്. 15,000 രൂപയ്ക്ക് അന്ന് എനിക്ക് 13 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. അന്ന് കിട്ടിയ ശമ്പളമാണ് പറഞ്ഞത് 15,000 രൂപ ആ ഹോസ്പിറ്റലിൽ കിട്ടി. 5-6 മാസം നിൽക്കേണ്ട ഒരു നിവൃത്തികേട് കൂടെ നിന്ന് പോയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ നാട് വിട്ട് ഇപ്പം വേറൊരു രാജ്യത്ത് വന്ന് ജോലി ചെയ്യണേ. നാട്ടിൽ നിൽക്കാൻ നമ്മുടെ കുട്ടികൾ നാട്ടിൽ, വൈഫ് വേറൊരു രാജ്യത്ത് ജോലി ചെയ്യുന്നു, വൈഫ് നേഴ്സാണ്. അപ്പം നമ്മുടെ ഫാമിലി ലൈഫ് പോലും അവിടെ ഇവിടെ ആയിട്ട് തീർന്നു. പിള്ളേരെ പോലും നോക്കാൻ പറ്റണില്ല. നാട്ടിൽ ശമ്പളം ഉണ്ടെങ്കിൽ നമ്മളൊന്നും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ഇന്ന് സമരം ചെയ്യുന്ന നേഴ്സുമാരോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഇന്നലെ വരെ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്ത നേഴ്സുമാരോട് പറയുന്ന രീതിയാണ്. ഇന്ന് ന്യൂസിൽ കണ്ടാണ്. അവർ സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോൾ പറയാണ്, ഇങ്ങോട്ട് ഓടിച്ചാടി നിങ്ങൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചിങ്ങോട്ട് തന്നെ വരുമല്ലോ എന്നുള്ള രീതിയിൽ. അവനൊക്കെ എന്നെ ചെറ്റ വർത്താനാണ് പറയണേ. ഇങ്ങനെയാണോ ഒരു ഡോക്ടർ അവിടെ ഇന്നലെ അവരോട് വർക്ക് ചെയ്ത് നേഴ്സുമാരോട് പെരുമാറേണ്ട രീതി? ഞാൻ ഈ ഡോക്ടർമാർക്ക് ഏണസ് അല്ല പറഞ്ഞു. കാരണം ഒരുപാട് നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. ഡോക്ടർമാർക്ക് കൊള്ളാൻ വേണ്ടിയല്ല പറഞ്ഞു. അതിന് പേരിൽ നമ്മളെ ആരും വധിക്കാനൊന്നും വരണ്ട. ഓക്കെ, കാരണം വെച്ചാൽ ഒരുപാട് നല്ല ഡോക്ടേഴ്സാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഡോക്ടേഴ്സ്. അപ്പോൾ ഇതുപോലുള്ള ചെറ്റകളോട് പിന്നെ എന്തോന്ന് വർത്താനാണ് പറയണ്ടേ? എൻ്റെ പൊന്നു ഡോക്ടറെ, നിങ്ങൾ ഇന്നലെ വരെ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരല്ലേ ആ പിള്ളേർ? അവർ മിനിമം ആയിട്ടുള്ളൊരു ശമ്പളം ജീവിക്കാനുള്ളൊരു ശമ്പളത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് അവരോട് പെരുമാറുന്നത്. നിങ്ങളുടെ എന്തോരം രോഗികളെ അവർ നോക്കിയിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ ആ പിള്ളേരോട് അങ്ങനെ ആ വെല്ലുവിളി നടത്തി ചെയ്യുകയാണ് ഡോക്ടറെ. ഒരിക്കലും ശരിയായ നടപടിയല്ല. ഓക്കെ, കാരണം ഒരിക്കലും നിങ്ങൾക്ക് അവരെ പേടിപ്പിച്ച് ഇത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പം നേഴ്സുമാർ പഴയ പോലെയല്ല. അവർ UN എന്ന് പറഞ്ഞ സംഘടനയുടെ നേതൃത്വത്തിൽ വളരെ സംഘടിതരാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചുമ്മാ അങ്ങനെ പേടിപ്പിച്ചാലൊന്നും അവർ കേൾക്കത്തില്ല. ഓക്കെ, അത് ഡോക്ടർക്ക് മനസ്സിലായിക്കോളും. ഇന്ന് ജോലിക്ക് മാന്യമായ ശമ്പളം കിട്ടുമെന്നുള്ളത് ഡോക്ടർമാരായാലും നേഴ്സുമാരായാലും എല്ലാവർക്കും അത് അവരുടെ അവകാശമാണത്. നമ്മുടെ നാട്ടിൽ നോർമൽ ജോലി എടുക്കുന്ന ഒരു ആൾക്ക് 1,500 1,200 സാലറിയുള്ള നാടാണ് നമ്മുടേത്. എന്തോരം ബംഗാളികൾ നോർത്തിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് നമ്മുടെ നാട്ടിൽ 1,500 1,200 ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത്രയും വില പോയി നേഴ്സുമാരായ ഞങ്ങൾക്കില്ലേ നാട്ടിൽ? അത്രത്തോളം വില കെട്ടവരാണോ ഞങ്ങൾ? മറുമുഖത്തുള്ള എല്ലാ നേഴ്സുമാരോടുമാണ്, നിങ്ങൾ ഒരിക്കലും പിന്മാറരുത്. നിങ്ങളുടെ അവകാശം നേടിയെടുക്കുന്നതോളം വരെ ഒരിക്കലും പിന്മാറരുത്. അല്ലെങ്കിൽ നിങ്ങളും ഞങ്ങളെപ്പോലെ അവിടെ ഇവിടെയും ഈ ലോകത്തിൻ്റെ പല രാജ്യത്തായിട്ട് നിങ്ങളുടെ ജീവിതം തീരും. ഓക്കെ, അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. എല്ലാവിധ ആശംസകളും. താങ്ക് യു.